نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അകലെ നിന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമുഅക്ക് ശേഷം ഇസ്ലാമികമായ പല വിഷയങ്ങളെ സംബന്ധിച്ചും നമ്മളിവിടെ വെച്ച് ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. നമസ്കാരമാണ് എന്റെ സൗഭാഗ്യം, അതേ ആശയം വരുന്ന ചില ടൈറ്റിലുകളിൽ അൽ ഖസീം മുഴുവനായും മുഴുവൻ ഭാഷക്കാരിലേക്കും ഈ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മത്തിന്റെ മഹത്വവും പ്രത്യേകതയും അത് ഉപേക്ഷിച്ചാലുണ്ടാകുന്ന ഗൗരവവും അറിയിക്കുന്നതിനും അതിന്റെ സന്ദേശം കൈമാറുന്നതിനും വേണ്ടി ഐഹ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത്. അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട എന്റെ വിഷയം നമസ്കാരമാണ് എന്റെ സൗഭാഗ്യം എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ്. സഹോദരന്മാരെ, ഇസ്ലാമിലെ അടിസ്ഥാന സിദ്ധാന്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കഴിഞ്ഞാൽ ആരാധനാ കർമ്മങ്ങളിൽ വളരെ സുപ്രധാനമാണ് നമസ്കാരം. നമസ്കാരം യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ചിഹ്നമാണ്, അടയാളമാണ്. കുഫറിനെയും ഈമാനിനെയും വേർതിരിക്കുന്ന ഘടകമാണ്
നമസ്കാരം. മറ്റുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളെയും നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അവക്കൊന്നുമില്ലാത്ത ധാരാളം പ്രത്യേകതകൾ നമസ്കാരത്തിന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും ആരാധനാ കർമ്മങ്ങളും ഭൂമിയിൽ വെച്ചാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. എന്നാൽ നമസ്കാരം ഭൂമിയിൽ വെച്ചല്ല അത് നിർബന്ധമാക്കുന്നത്, വാനലോകത്ത് വെച്ചാണ്. തന്റെ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തേക്ക് വിളിച്ചു വരുത്തി ഈ ഉമ്മത്തിന് സമാനമായി അവിടെ വെച്ച് നിർബന്ധമാക്കിയ മഹനീയമായ കർമ്മം. എന്നാൽ മറ്റുള്ള ഇബാദത്തുകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കൂ, ജിബ്രീൽ മുഖേനയാണ് ഭൂമിയിൽ വെച്ച് അത് നിർബന്ധമാക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളെക്കാളും വളരെയധികം പ്രാധാന്യവും പ്രത്യേകതയും നമസ്കാരത്തിനുണ്ട്. മുസ്ലിമായ സ്വബോധമുള്ള അതല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതൊരവസ്ഥയിലാണെങ്കിലും അയാൾക്ക് നമസ്കാരം നിർബന്ധമാണ്. യാത്രക്കാരനാണോ? നമസ്കാരമുണ്ട്. നാട്ടിൽ താമസിക്കുന്നവനാണോ? നമസ്കാരമുണ്ട്. രോഗിയാണോ? നിസ്കാരം നിർബന്ധമാണ്. എങ്ങനെയാണോ കഴിയുന്നത് ആ രൂപത്തിൽ. ഇനി അതല്ല, ആരോഗ്യവാനാണോ? നമസ്കാരമുണ്ട്. ഭയമുള്ള ഒരു അവസ്ഥയാണോ? നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ഏതൊരവസ്ഥയിലും നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ മറ്റുള്ള കർമ്മങ്ങളൊന്നും അങ്ങനെയല്ല. നിങ്ങൾ നോക്കൂ, നോമ്പ്. നിത്യരോഗികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമല്ല ഇസ്ലാമിൽ. യാത്രക്കാരന് പിന്നീട് നോറ്റുവീട്ടിയാൽ മതി നോമ്പ്. സക്കാത്ത്, നിസാബെത്തിയ ആളുകളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, സമ്പന്നന്മാർ. ഹജ്ജ്, കഴിവും ശേഷിയും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ആളുകളാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. എന്നാൽ നിസ്കാരം അങ്ങനെയല്ലല്ലോ. എല്ലാ മുസ്ലിമും, സ്വബോധമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഏതൊരവസ്ഥയിലും അനുഷ്ഠിക്കേണ്ട വളരെ മഹനീയമായ കർമ്മം. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നാളെ പരലോകത്ത് കർമ്മങ്ങളിൽ ആദ്യമായി മനുഷ്യരോട് വിചാരണ ചെയ്യപ്പെടുന്ന അതല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് നമസ്കാരം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. നാളെ മുഴുവൻ മനുഷ്യരോടും അവരുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമാണ്. ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതവൻ കൃത്യമായി അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ, നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. വഇൻ ഫസദത്, ഇനി ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തിയാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജിതനായി കഴിഞ്ഞിരിക്കുന്നു, അവൻ നഷ്ടകാരിയായി കഴിഞ്ഞിരിക്കുന്നു. നിർബന്ധ നമസ്കാരാണ് ആദ്യം പരിശോധിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ ഇൻതഖസ മിൻ ഫരീളതിഹി ശൈഉൻ, അവന്റെ നിർബന്ധ നമസ്കാരത്തിൽ വല്ല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഖാല റബ്ബു, അല്ലാഹു പറയും, ഖാല റബ്ബു അസ്സ വജൽ ഉൻദുറു ഹൽ അബ്ദി മിൻ തതവ്വുഇൻ, എന്റെ അടിമയുടെ രേഖ നിങ്ങൾ പരിശോധിക്കുവിൻ മലക്കുകളെ. എന്റെ അടിമക്ക് വല്ല സുന്നത്തായ നമസ്കാരങ്ങളുമുണ്ടെങ്കിൽ എന്തു വേണം? ഫയുകമ്മിൽ ബിഹാ മൻ തഖസ മിനൽ ഫരീള, അവന്റെ നിർബന്ധ നമസ്കാരത്തിൽ വന്ന വീഴ്ചകൾ സുന്നത്തുകൾ കൊണ്ട് നിങ്ങൾ പരിഹരിക്കുക. സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക്, പിന്നീടുള്ള മുഴുവൻ കർമ്മങ്ങളും ഈ നിലക്കായിരിക്കും വിചാരണ ചെയ്യപ്പെടുന്നത് എന്ന്. സഹോദരന്മാരെ, ചിന്തിക്കൂ. നിർബന്ധ നമസ്കാരങ്ങളാണ് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരാധനാകർമ്മത്തിന്റെ പ്രത്യേകതയും സവിശേഷതയും നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തേക്ക് നിയോഗിതരായ അമ്പിയാക്കന്മാർ, എല്ലാ അമ്പിയാക്കന്മാരും സർവപ്രവാചകന്മാരും നിർവഹിച്ച ആരാധനാകർമ്മം
വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന നിലക്കായിരിക്കല്ല ഒരുപക്ഷെ മുൻഗാമികളായ സമുദായങ്ങളും പ്രവാചകന്മാരും നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. വ്യത്യാസമുണ്ടാകാം. പക്ഷേ നമസ്കാരം എന്ന കർമ്മം എല്ലാവരും നിർവഹിച്ചു. സർവ്വ അമ്പിയാക്കന്മാരും അവരുടെ സമുദായങ്ങളും എല്ലാവരും കൽപ്പിക്കപ്പെട്ടു. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ മറിയം എടുത്ത് പരിശോധിച്ചാൽ അവിടെ കാണാം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന. എന്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന? റബ്ബി ജഅൽനി മുഖീമസ്സലാം വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി, എന്റെ നാഥാ എന്നെ നീ ആക്കേണമേ. റബ്ബി ജഅൽനി മുഖീമസ്സലാം, എന്റെ നാഥാ എന്നെ നീ നമസ്കാരം നിർവഹിക്കുന്നവനാക്കേണമേ. വമിൻ ദുർരിയ്യതി, എന്റെ സന്തതികളെയും. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ നാഥാ നീയാണല്ലോ പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അല്ലാഹ് എന്നെ നിസ്കാരം നിർവഹിക്കുന്നവനാക്കണേ, അതിൽ ആലസ്യം കാണിക്കുന്നവനാക്കല്ലേ റബ്ബേ, അതിൽ വീഴ്ച വരുത്തുന്നവനാക്കല്ലേ റബ്ബേ, കൃത്യമായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, നിസ്സാരമായ സംഗതിയല്ല. അതേപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴും സൂറത്ത് മറിയമിൽ കാണാം അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നുവെന്നോ, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ വകാന ഇൻദ റബ്ബിഹി മർദിയാ. ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു. എന്ത്? ബിസ്സലാത്തി വസ്സകാ, രണ്ട് കാര്യങ്ങൾ തന്റെ കുടുംബത്തിന് അദ്ദേഹം കൽപ്പന കൊടുക്കുമായിരുന്നു. അതല്ലെങ്കിൽ തന്റെ ആളുകളോട് അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. ഒന്ന് നമസ്കാരവും മറ്റൊന്ന് സക്കാത്തുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയാ, അദ്ദേഹമാകട്ടെ തന്റെ റബ്ബിന്റെ അടുക്കൽ തൃപ്തി കിട്ടിയ തൃപ്തിപ്പെട്ടവനുമായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയവേ ഖുർആൻ. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴും അള്ളാഹു പറയുകയാണ്, ഈസാ അലൈഹിസ്സലാമിന്റെ വാക്കായി അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു, വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, എന്റെ റബ്ബനോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. ഈസാ അലൈഹിസ്സലാം പറയാണ്, എന്റെ റബ്ബ് എനിക്ക് ഗൗരവമായ ഉപദേശമായി തന്നിരിക്കുന്നു. എന്ത്? ബിസ്സലാ, നിസ്കാരത്തിന്റെ കാര്യവും, വസ്സക്കാ, അതുപോലെ സക്കാത്തും. എപ്പോഴാണ് ഞാനത് നിർവഹിക്കേണ്ടത്? മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും, മരണം വന്നെത്തുന്നത് വരെയും അതിൽ എനിക്ക് വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. പ്രവാചകന്മാരെ കുറിച്ചാണ് അല്ലാഹു ഈ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ മൂസാ അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ സംസാരം നേരിട്ട് കേൾക്കാൻ അവസരം ലഭിച്ച മഹാനായ പ്രവാചകൻ, സീനാ താഴ്വരയിൽ വെച്ച് റബ്ബിന്റെ സംസാരം കേൾക്കുകയാണ്. സുന്ദരമായ റബ്ബിന്റെ സംസാരം കേട്ടപ്പോൾ റബ്ബിനെ കാണാൻ കൊതിച്ച മഹാനായ പ്രവാചകൻ, പക്ഷേ അള്ളാഹിനെ കാണാൻ ഈ ലോകത്ത് വെച്ച് കഴിയില്ലല്ലോ. അങ്ങനെ ആ സീനാ പർവ്വതത്തിൽ വെച്ച്, താഴ്വരയിൽ വെച്ച് മഹാനായ മൂസാ അലൈഹിസ്സലാം നമ്മുടെ നാഥനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ മാലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ സംസാരമായി എന്താണ് കേട്ടത്? അല്ല കൊടുത്ത ഉപദേശങ്ങളിൽ പ്രധാനം എന്തായിരുന്നു? വഅഖിമിസ്സലാ, ഓ മൂസാ നീ നിസ്കാരം നിർവഹിച്ചോ, നീ നമസ്കാരം നിർവഹിച്ചോ. എന്തിന്? ലിദിക്രി, എന്നെ ഓർക്കാനാണ് നമസ്കാരം, എന്നെ സ്മരിക്കാനാണ് നമസ്കാരം, അതുകൊണ്ട് നിസ്കാരം നീ നിർവഹിച്ചോ. ഇനി ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞ റബ്ബ് അതാ അന്തിമദൂതനായ അഷ്റഫുൽ ഖൽഖായ മുത്തു റസൂൽ, ആ മുത്തു നേതാവിന് കൊടുത്ത കൽപ്പനയും നമ്മളോട് പറയുകയാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത കൽപ്പന? സൂറത്തുൽ അൻകബൂത്തിൽ 45 കാണാം, ഓ നബിയേ വഅഖിമിസ്സലാ, നിങ്ങളും നിസ്കാരം നിർവഹിക്കണേ നബിയേ. എന്താ നിസ്കാരം നിർവഹിച്ചാലുള്ള നേട്ടം എന്താണ്? ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം മ്ലേച്ഛ വൃത്തികളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു.
ശരിയായ നിലക്ക് ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിച്ചവന് തോന്നിവാസം ചെയ്യാൻ കഴിയില്ല, വൃത്തികേട് ചെയ്യാൻ കഴിയില്ല. മ്ലേച്ഛ വൃത്തികൾക്ക് സാക്ഷിയാകാനോ അത് ജീവിതത്തിൽ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ അവനെ കൊണ്ട് സാധ്യമല്ല. കാരണം അവൻ നിസ്കാരത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിച്ചവനാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത ഉപദേശം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വിഷയത്തിന്റെ ടൈറ്റിൽ എന്താണ്? നിസ്കാരമാണ് എന്റെ സൗഭാഗ്യം. നിങ്ങൾ ആ നിലക്ക് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളത് എന്താണ്? ഇത് അല്ലാഹു കൽപ്പിച്ച സംഗതിയാണ്, വീഴ്ച വരുത്തിക്കൂടാ എന്ന നിലക്ക് പലപ്പോഴും മാനസികമായി താല്പര്യമില്ലാതെ, കൈകാലുകൾക്കൊരു ബന്ധനമായി, ഇതൊരു വലിയ ബാധ്യതയായി, ഇതൊരു വലിയ ഭാരമായി പലപ്പോഴും നമ്മൾ നിസ്കരിക്കാറുണ്ട്. പക്ഷെ ഒരു മുസ്ലിം അങ്ങനെയല്ല നിസ്കരിക്കേണ്ടത്. ഒരു മുഅ്മിന് ഈമാനിന്റെ ഹലാവത്ത് മാധുര്യം ഉൾക്കൊണ്ട ഒരാൾ അങ്ങനെയല്ല നിസ്കരിക്കേണ്ടത്. അയാൾ നമസ്കരിക്കുമ്പോ ഇതെന്റെ റബ്ബ് നിർബന്ധമാക്കിയതാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തം ലഭിക്കാൻ ഞാൻ ഇത് ചെയ്യൽ ബാധ്യതയുള്ളതാണ്. അതോടൊപ്പം ഞാൻ ഈ മഹനീയമായ കർമ്മം ചെയ്യുമ്പോൾ ഈ ദുനിയാവിലും നാളെ പാരത്രിക ലോകത്തും എനിക്കൊരുപാട് നേട്ടം ഇതുകൊണ്ട് ലഭ്യമാകാറുണ്ട്. ഇത് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാണ്, ഇതുമൂലം എന്റെ സൗഭാഗ്യം ലഭിക്കാൻ കാരണമാണ് എന്ന ചിന്തയും അവനുണ്ടായിരിക്കണം. നോക്കൂ നിങ്ങൾ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്, നമസ്കാരം ഒരു മുസ്ലിമിന്റെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണത്രേ. ഞാൻ പറയുന്ന വാചകങ്ങൾ അടിവരടണം. നിസ്കാരം എന്നത് ഒരു മുസ്ലിമിന്റെ മുഅ്മിനിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കാണാം, പ്രതിസന്ധികളുടെ നേരങ്ങളിൽ നമസ്കരിക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചത്. പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോ നിസ്കരിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, സൂര്യന് ഗ്രഹണം ബാധിക്കുക എന്നത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്, അല്ലേ? ഈ പ്രപഞ്ചത്തിന്റെ ചലനത്തിൽ തന്നെ മാറ്റം സംഭവിച്ച് എന്നും പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയായ സൂര്യന് ഗ്രഹണം ബാധിച്ച് അതിന്റെ പ്രകാശം തടയപ്പെട്ട് ഭൂമിയിൽ വസിക്കുന്നവർക്ക് അതൊരു ഭീഷണിയായി മാറുന്ന പ്രതിസന്ധിയുടെ നേരം. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ആ പ്രതിസന്ധി നീങ്ങിക്കിട്ടാൻ ഇസ്ലാം പഠിപ്പിച്ചത് നിസ്കാരമാണ്, അല്ലേ? പ്രവാചക കാലഘട്ടത്തിൽ സൂര്യഗ്രഹണം സംഭവിച്ചപ്പോ മിമ്പറിൽ കയറി അല്ലാഹുവിന്റെ തിരുദൂതൻ അവിടുന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനുമൊക്കെ അല്ലാഹു ഉണ്ട് എന്നതിന്റെ വലിയ പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളാണ്, തെളിവുകളാണ്. അല്ലാഹു ഉണ്ട് എന്നതിന്റെ അടയാളങ്ങളാണ്. ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ആരുടെയെങ്കിലും ജനനം കൊണ്ടോ ആരെങ്കിലും മരിച്ചതുകൊണ്ടോ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുന്നതല്ല. പിന്നെ നിങ്ങൾ സൂര്യഗ്രഹണം കണ്ടാൽ, അതറിഞ്ഞാൽ, ഫഇദാ റഅയ്തുമൂഹുമാ, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ, ഫസല്ലൂ, നിങ്ങൾ നമസ്കരിക്കണേ, അത് നീങ്ങുന്നത് വരെ നമസ്കാരത്തിലാകണേ. സൂര്യഗ്രഹണം സംഭവിച്ചാൽ ആ പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇസ്ലാം പഠിപ്പിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. നിങ്ങൾ നിസ്കരിക്കുകയാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ നിസ്കാരം. ഇനി നിങ്ങൾ നോക്ക്, ഈ ഭൂമിയിലാകെ വരൾച്ച ബാധിച്ചു എന്ന് വിചാരിക്കുക. മനുഷ്യരും കാലികളും മൃഗങ്ങളും ജീവജാലങ്ങളുമൊക്കെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അതിനേക്കാൾ വലിയ പ്രതിസന്ധി വേറെയുണ്ടോ? വെള്ളമില്ലാതിരിക്കുക എന്ന പ്രതിസന്ധി എത്രമാത്രം ഭയാനകമാണ്. ആ ഒരു പ്രതിസന്ധിയിൽ റബ്ബിന്റെ സഹായം വേണോ? അപ്പോഴും ഇസ്ലാം പറഞ്ഞതെന്താണ്? നിസ്കരിക്കാനാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിസ്കാരമില്ലേ? സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം. പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിലെല്ലാം നിസ്കരിക്കാൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇനി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നിസ്കാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോ ഉറക്കത്തിലൊരു പേടി, ഒരു സ്വപ്നം കണ്ടു. ഭയങ്കര പേടിപ്പെടുത്തുന്ന സ്വപ്നം. മനസ്സിനാകെ അസ്വസ്ഥതയാണ്, വല്ലാത്ത ബേജാറുണ്ടാക്കുന്നു. ആ ഉറക്കിൽ നീ കണ്ട സ്വപ്നം നിന്നെ പരിഭ്രാന്തിയിലാക്കുമ്പോൾ, നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ,
അപ്പോഴും മനുഷ്യ നീ എന്താ ചെയ്യേണ്ടത്? മുസ്ലിമേ നീ ചെയ്യേണ്ടത് എന്ത്? റസൂലുള്ള പറയാണ്, ഇദാ റഅ അഹദുകും റുഅയൻ യക്റഹുഹാ, നിങ്ങളിൽ ഒരാൾ പേടിയുണ്ടാക്കുന്ന വെറുപ്പുണ്ടാക്കുന്ന ഒരു സ്വപ്നം കണ്ടു എന്ന് വിചാരിക്ക്, ഫൽയുസല്ലി റകഅത്തൈൻ, അപ്പോഴും നിങ്ങൾ 2 റകഅത്ത് നിസ്കരിച്ചോ. അതിനുള്ള പരിഹാരമാണത്, ആ പ്രതിസന്ധിയിൽ നിന്നുള്ള രക്ഷയാണത്. ഇത് കേട്ടോ, നമ്മളൊരു കുറ്റം ചെയ്തു എന്ന് വിചാരിക്കുക, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു ഹറാമാണ് നമ്മൾ ചെയ്തതെങ്കിൽ ആ പാപം നമ്മളിൽ നിന്ന് റബ്ബ് പൊറുത്തു തരണമെങ്കിൽ അതിനുള്ള പരിഹാരം എന്ത്? നിസ്കാരമാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു, അപരാധമാണ് ചെയ്തത്, അള്ളാഹു പൊറുത്തു തരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? 2 റകഅത്ത് നിസ്കരിച്ചിട്ട് പാപമോചനം തേടിയാൽ അള്ളാഹു പൊറുത്തു തരും. റസൂലുള്ള പറയുന്നത് കേട്ടോ, മാമിൻ റജുലിൻ യുദ്നിബു ദംബാ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, അങ്ങനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? ഫല്യതവല്ല, അവൻ വുദൂ എടുക്കട്ടെ, സുമ്മ യുസല്ലി റകഅത്തൈൻ, പിന്നെ 2 റകഅത്ത് അവൻ നമസ്കരിക്കട്ടെ, ഫയസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അവൻ അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ ഇല്ലാ ഗഫറ ലഹു, ആ മനുഷ്യൻ അല്ലാഹു പൊറുത്തു കൊടുക്കാതിരിക്കുകയില്ല. പാപം ചെയ്താലും പരിഹാരം നിസ്കാരമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രയാസമാണ് എന്ത്? 2 കാര്യങ്ങൾ. പഠിച്ചവനെ, ഞാൻ ഏതാ ഇതിൽ ചെയ്യേണ്ടത്? നാട്ടിലേക്ക് പോവാ വേണ്ടത്, പോകാതിരിക്കുക വേണ്ടത്? ഞാൻ യാത്ര പോകുകയാണോ പോകാതിരിക്കുകയാണോ വേണ്ടത്? ഞാൻ അതാണോ ചെയ്യേണ്ടത്, ഇതാണോ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ഒരു കാര്യം തിരഞ്ഞെടുക്കാനുള്ള പ്രതിസന്ധി അത് ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയാണത്. ഏതാണ് ഖൈറെന്നറിയാതെ, നന്മ ഏതാണെന്നറിയാതെ വല്ലാത്തൊരു അസ്വസ്ഥത, മാനസികമായ പ്രതിസന്ധി. അത്തരം ഘട്ടങ്ങളിലും ഇസ്ലാം പഠിപ്പിച്ചു, നിനക്ക് നന്മ ഏതാണെന്നറിയണമെങ്കിൽ, 2 കാര്യങ്ങളിൽ ഖൈർ ഏതാണെന്നറിയണമെങ്കിൽ, നിന്റെ റബ്ബ് നിനക്ക് തോന്നിപ്പിച്ചു തരണമെങ്കിൽ 2 റകഅത്ത് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചോ. ആ നിസ്കാരത്തിന്റെ പേര് സ്വലാത്തുൽ ഇസ്തിഖാറ, നന്മയെ തേടിയുള്ള നിസ്കാരം. നമ്മളെന്താ മനസ്സിലാക്കിയത്? നിസ്കാരം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ആ നന്മയെ തേടിയിട്ട് 2 റകഅത്ത് നിസ്കരിച്ചിട്ടൊരു പ്രാർത്ഥനയില്ലേ, അത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഏതാണോ ഖൈറായിട്ടുള്ളത് നമുക്ക് തോന്നിപ്പിച്ചു തരുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. 5 നേരങ്ങളിൽ നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ, ചെറുപാപങ്ങളെല്ലാം അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അസ്സലവാത്തുൽ ഖംസു, 5 നേരങ്ങളിൽ കൃത്യമായി നമസ്കരിക്കുന്നു. റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ നോമ്പനുഷ്ഠിക്കുന്നു. വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള കാലപരിധി, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള കാലയളവ്. 5 നമസ്കാരങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന തെറ്റുകൾ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, അവക്കിടയിലുള്ള തെറ്റുകളെല്ലാം അല്ലാഹു പൊറുത്തു തരുന്നതാണ്. എന്ത് വേണം? ഇദജുതുനിബത്തിൽ കബായിറു, വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇനി നിയ്യത്തൊക്കെ വേണം നമുക്ക് നിസ്കരിക്കുമ്പോ. ഇതിനിടയിലൊക്കെ വരുന്ന ചെറിയ ദോഷങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തരും. വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നാ മതി. തൗബ അനിവാര്യമായി വരുന്ന കബായിറുകളിൽ നിന്ന് വിട്ടുനിന്നാൽ മതി. എങ്ങനെ അങ്ങ് വിശദീകരിക്കുകയാണെങ്കിൽ എത്ര പറയേണ്ടി വരുന്നറിയോ? നിസ്കാരം നമ്മുടെ സൗഭാഗ്യം തന്നെയാണ്, നമസ്കാരം നമ്മുടെ വിജയം തന്നെയാണ്, നിസ്കാരം നമുക്കുള്ള പ്രകാശം തന്നെയാണ്. നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണല്ലോ അവന്റെ ഉപജീവനത്തിൽ മുടക്കം വരിക എന്നുള്ളത്, അല്ലെ? പലരും പരാതി പറയാറുണ്ട്, പണ്ടത്തെ പോലെ ജോലിയൊന്നുമില്ല, ഒരുപാട് പ്രതിസന്ധികളാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ നിസ്കരിക്കുന്നുണ്ടാവുമോ? ഇല്ല. ജമാഅത്തിനാളെ പള്ളിയിൽ കാണുമോ? കാണാറില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ അലസനാണ്, അല്ലെ? നിസ്കാരത്തിന്റെ സമയമായാൽ ഈ ക്യാമ്പയിന് സംഘടിപ്പിക്കുന്ന ആളുകൾ വരെ വന്ന് വിളിച്ചു പറയും നിസ്കരിക്കാൻ പോകണമെന്ന്. പക്ഷേ നമ്മൾ കടയടച്ച് റൂമിൽ പോകാറാണ് പതിവ്, അപ്പോഴും നിസ്കരിക്കാറില്ല. എന്നാലോ പരാതിയാണ്. ഇതാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണ്, പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ്. ഉപജീവനം കൃത്യമല്ല, കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല, അതേപോലെ തന്നെ പേപ്പറുകൾ കൃത്യമല്ല. എങ്കിൽ സഹോദരാ ചിന്തിക്ക്, നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ഉപജീവനത്തിൽ കുടുസതയുണ്ടോ? അവിടെയും പരിഹാരമായി റബ്ബ് പറഞ്ഞത് നിസ്കാരം തന്നെ. നോക്കൂ, അല്ലാഹു പറയുകയാണ്, വഉമുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തോട് നീ നിസ്കാരം കൽപ്പിക്ക്.
മാത്രമല്ല വസ്തബിർ അലൈഹാ, നീ ക്ഷമയോടുകൂടെ നിസ്കരിക്കുകയും ചെയ്യേ. നീ ആദ്യം നിന്റെ കുടുംബത്തോട് പറ, അതോടൊപ്പം നീ അത് കൃത്യമായ ക്ഷമയോടെ കൊണ്ട് നടക്കുകയും ചെയ്യ്. ലാ നസ്അലുക റിസ്ഖാ, അല്ലാഹ് പറയുന്നു ഞാൻ നിങ്ങളോട് ഉപജീവനം ചോദിക്കുന്നില്ല, എന്നാൽ നഹ്നു നർസുഖുക, നിനക്ക് ഉപജീവനം ഞാൻ തരുന്നതാണ്. നീ നിസ്കരിച്ചോ, നിസ്കാരം കൽപ്പിക്ക്, നിനക്കുള്ള ഉപജീവനം ഞാനാണ് തരുന്നത്, അത് ഞാൻ തരാൻ ഒരുക്കവുമാണെന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഞാൻ നീട്ടിപ്പറയുന്നില്ല, വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഏറ്റവും ഒരു മനുഷ്യൻ കൊതിക്കുന്ന മഹനീയമായ വിഷയം ഏതാണ്? സ്വർഗപ്രവേശനമല്ലേ? അതിന് വേണ്ടത് എന്താണ്? നിസ്കാരം തന്നെ. സ്വർഗപ്രവേശനത്തിന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മഹനീയമായ കാരണം അതല്ലെങ്കിൽ ആരാധനാകർമ്മം നിസ്കാരം തന്നെയാണ് സഹോദര. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ട് നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ചില ആളുകൾ വിചാരിക്കും നിസ്കാരമൊക്കെ കുറച്ച് വീക്കാണെങ്കിലും ഞാൻ എത്ര ഉംറ ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ വന്നിട്ട്, ഞാൻ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ വേറെന്തെല്ലാം പുണ്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യമില്ല. സ്വർഗപ്രവേശനത്തിന് ആദ്യമായി നിന്റെ കയ്യിൽ വേണ്ടത് നിസ്കാരമാണ്. അള്ളാന്റെ റസൂലിന് സേവനം ചെയ്തിരുന്ന, ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു സഹാബിയായിരുന്നു. എന്ത്? റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു. റബീഅ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി, ആ സഹാബി എന്താ ചെയ്തതെന്നറിയോ? അള്ളാന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്തിരുന്ന സഹാബിയായിരുന്നു. റസൂലിന് ഉദു എടുക്കാൻ വെള്ളം കൊണ്ടുപോയി കൊടുക്കും, റസൂലിന്റെ കൂടെ രാത്രി ഉറങ്ങും, അള്ളാന്റെ റസൂലിന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കും. ആ മഹാനായ സ്വഹാബി ഒരിക്കൽ പറയുകയാണ്, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ രാത്രി താമസിച്ചു. അങ്ങനെ ഫഅതൈതുഹു ബിവദൂഇഹി വഹാജതിഹി, വുദൂഎടുക്കാനുള്ള വെള്ളവുമായി ഞാൻ എന്റെ നേതാവിന്റെ അരികിൽ ചെന്നപ്പോ, അവിടുത്തെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ, ഫഖാല ലി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, അല്ലയോ കഅബേ, അല്ലയോ റബീഅേ. റബീഅത്തുൽ അസ്ലമിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്, നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? നീ എന്നോട് പറ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം നിനക്ക് വേണ്ടി. അപ്പോ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, എനിക്ക് ഈ നശിച്ചു പോകുന്ന ദുനിയാവിൽ ഒന്നും വേണ്ട, ഈ ദുനിയാവിൽ എനിക്കൊന്നും വേണ്ട. പിന്നെ എനിക്ക് വേണ്ടത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു, നാളെയും സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ വസിക്കണമെന്നാണ്, സഹവസിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതാണ് എനിക്ക് വേണ്ടത് റസൂലേ. റസൂല് ചോദിച്ചു, സഹാബിയോട് ചോദിച്ചു, വേറെ ഒന്നും വേണ്ടേ? വേറെ ഒന്നും വേണ്ടേ? വേണ്ട നബിയേ, എനിക്കത് മതി, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. എന്താ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്നോ? എങ്കിൽ നിനക്കതുണ്ടെന്നല്ല പറഞ്ഞത്. ഫഇന്നി അലാ നഫ്സിക ബികത്റത്തി സുജൂദ്, നീ ധാരാളമായി നിസ്കരിച്ചിട്ട് എന്നെ സഹായിക്കൂ. നിസ്കരിക്ക് ധാരാളം. സുന്നത്ത് നിസ്കാരമൊക്കെ, പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമൊക്കെ നീ ധാരാളം നിർവഹിക്ക്. അതല്ലാണ്ട് നമുക്ക് തോന്നുന്ന പോലെ ഇഷ്ടംപോലെ നിസ്കരിക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളൊക്കെ നീ ധാരാളമായി നിർവഹിച്ചിട്ട് എന്നെ സഹായിക്ക്, എങ്കിൽ നിനക്കത് കിട്ടും കേട്ടോ എന്നല്ലേ ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിലും സുന്നത്ത് നിസ്കാരമൊക്കെ വർദ്ധിപ്പിച്ച് ധാരാളമായി സുജൂദ് വർദ്ധിപ്പിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ നമുക്ക് നിർബന്ധം തന്നെ ചെയ്യാൻ നേരില്ല. പിന്നെ സുന്നത്തിന്റെ കാര്യം പറയല്ലോ, ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഗൗരവമാണ് സഹോദരന്മാരെ, വളരെ ഗൗരവമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? നിസ്കാരം ഒരു ഭാരമാകാൻ പാടില്ല എന്നാണ്. നിസ്കാരം ഒരു ഭാരമാകാൻ പാടില്ല, മറിച്ച് നിസ്കാരം നമുക്കൊരു കൺകുളിർമയും സമാധാനവുമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തെന്നറിയുമോ? ജുഇലത്തു ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരം എന്റെ കണ്ണിന്റെ കൺകുളിർമയാണ്, നിസ്കാരം എന്റെ ആനന്ദമാണ്. അവിടുത്തേക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോ ബിലാലിനോട് പറയുന്നു, ബിലാലേ, നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചാലും. എന്നിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ജുഇലത്തു ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന്റെ കൺകുളിർമ നിസ്കാരം തന്നെ.
അതുകൊണ്ട് സഹോദരന്മാരെ, നിസ്കാരം സൗഭാഗ്യമാണ്, വിജയമാണ്, പ്രകാശമാണ്, കൺകുളിർമയാണ്. അതാർക്കാണോ വലിയ ഭാരമാകുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ആർക്കാണോ വലിയ പ്രയാസമാകുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ മാധുര്യം നീങ്ങി കാപഢ്യത്തിലേക്ക്, നിഫാക്കിലേക്ക് അവൻ എത്തുകയാണ്. അതല്ലെങ്കിൽ അവൻ കാപഢ്യത്തിലാണ്, നിഫാക്കിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ ചോദിച്ചാൽ മതി, നിസ്കാരം ഭാരാവണുണ്ടോ, നിഫാക്കിലേക്കാണ് പോകുന്നത്? നിസ്കാരം ഒരു ആനന്ദവും അത് നിർവഹിക്കാനുള്ള താല്പര്യമുണ്ടോ, ഈമാനിന്റെ പരിവേഷത്തിൽ തന്നെയാണ് അവനുള്ളത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്ക്, ഇങ്ങനെ ധാരാളം മഹത്വങ്ങളുള്ള ഈ കർമ്മം മുൻഗാമികളൊക്കെ വളരെ കൃത്യമായി നിർവഹിച്ചു പോന്നു, അവര് സൂക്ഷിച്ചു പോന്നു, അതിന്റെ സമയം അവർ നിഷ്ഠയോടെ സമയം പാലിച്ചു. പക്ഷേ പിന്നീട് പിൽക്കാലത്ത് വന്ന ഒരു തലമുറ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആലസ്യം കാണിക്കാൻ തുടങ്ങി, അതിന്റെ സമയം തെറ്റിക്കാൻ തുടങ്ങി. ജമാഅത്തിന് പോകാതെ വീട്ടിൽ വെച്ച് തന്നെ നിർവഹിക്കുന്നു ചിലര്, വേറെ ചിലര് ജമാഅത്തിനെത്തുന്നു പക്ഷേ സമയത്തെത്തുന്നില്ല, വേറെ ചിലര് തീരെ അത് നിർവഹിക്കുന്നില്ല. നിർവഹിക്കുന്നവര് തന്നെ അതിന്റെ റുക്നുകളും അതിന്റെ വാജിബാത്തുകളും സുനനുകളും പാലിക്കുന്നില്ല. ഇനി നിർവഹിക്കുന്ന പലരും അതിന്റെ ആത്മാവ് ഉൾക്കൊള്ളാതെയാണ് നിർവഹിക്കുന്നത്. പലരും റസൂലിന്റെ സുന്നത്തനുസരിച്ചുമല്ല നിർവഹിക്കുന്നത്. ഒരു പള്ളിയിൽ കയറിയാല് 100 ആളുകൾ ഉണ്ടെങ്കിൽ 100 ആളുകളും 100 കോലത്തിലാണ് നിസ്കരിക്കുന്നത്. പക്ഷേ റസൂല് പഠിപ്പിച്ച നിസ്കാരമാണെങ്കിൽ 1 മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു പള്ളിയുടെ സമീപത്തുള്ള എത്രയോ ഫ്ളാറ്റുകളിലെ, വീടുകളിലെ, അവിടെ താമസിക്കുന്ന എത്രയായിരം ജനങ്ങളുണ്ട്, 100 കണക്കിന് ജനങ്ങളുണ്ട്, ആയിരക്കണക്കിന്. പക്ഷേ ജമാഅത്തിനെത്തുന്നവർ വളരെ കുറച്ച് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അള്ളാഹ് പറഞ്ഞൊരു ആയത്തുണ്ട്. നിങ്ങളൊക്കെ ഈ പരിപാടി കഴിഞ്ഞാൽ ആ ആയത്ത്, 2 ആയത്ത് പരിഭാഷ എടുത്ത് വായിച്ചു നോക്കണം. ഏതാണ് ആയത്ത് എന്നറിയോ? ഖുർആനിലെ സൂറത്തു മറിയമിലെ 2 ആയത്തുകൾ. സൂറത്തു മറിയമിൽ ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചില്ലേ? സൂറത്തു മറിയമിലെ 59, 60, 61 ആയത്തുകൾ, 3 എണ്ണം. ഈ 2 എണ്ണം വായിച്ചാലും മതി, 59, 60 വായിച്ചാലും മതി. എന്താ അവിടെ അള്ളാഹ് പറഞ്ഞെന്നറിയോ? ശരിക്കും മനസ്സിലാക്കണം സഹോദരങ്ങളെ. അള്ളാഹ് പറയാണ്, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദമ വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുർരിയ്യതി ഇബ്രാഹീമ വഇസ്രായീല വമിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ. അള്ളാഹ് നിഅമത്ത് കൊടുത്ത ആളുകൾ ആരൊക്കെയാണ് അള്ളാഹ് പറയുന്നത്? അള്ളാഹിന്റെ നിഅമത്ത് കിട്ടിയ ആളുകൾ ആരൊക്കെയാണ് അള്ളാഹ് പറയുന്നത്? അതാരാ? മിനൻ നബിയീന, പ്രവാചകന്മാരിൽ, മിൻ ദുർരിയ്യത്തി ആദമ, 1 ആദമിന്റെ സന്തതികളാണ്, 2 നൂഹ് അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറിയവരാണ്, 3 ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മക്കളാണ്, 4 ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്രായേൽ അലൈഹിസ്സലാമാണ്, അതായത് യാക്കൂബ് നബി അലൈഹിസ്സലാമാണ്. പിന്നെ അല്ലാഹ് മൊത്തത്തിൽ പറഞ്ഞു, വമിമ്മൻ ഹദൈനാ വജ്തബൈനാ, നാം തെരഞ്ഞെടുക്കുകയും നാം ഹിദായത്ത് കൊടുക്കുകയും ചെയ്ത മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടിയ ആളുകളാണ്. അവരെ പ്രത്യേകത എന്താ അറിയോ? ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ വചനങ്ങൾ, അള്ളാന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിച്ചാൽ അവരെന്തു ചെയ്യുമെന്നറിയുമോ? ഖറൂ സുജ്ജദൻ വബുകിയാ, അവരതാ വേഗം കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്നു. ഖുർആനാണ് കേട്ടാൽ, അതല്ലെങ്കിൽ അള്ളാന്റെ വചനങ്ങളാണ് കേട്ട് കഴിഞ്ഞാൽ, മുൻഗാമികളൊക്കെ ആകുമ്പോ അള്ളാന്റെ വചനങ്ങൾ, നമ്മളെ സംബന്ധിച്ച് ഖുർആന്റെ വചനങ്ങൾ, ആ റബ്ബിന്റെ ആയാത്തുകൾ അവർ കേട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുന്നു. അവർക്ക് ബേജാറാണ്, ഭയമാണ്. വേഗം സുജൂദിൽ അങ്ങ് വീണിട്ട് താടിയെല്ലുകൾ കുത്തി സുജൂദിൽ അവർ വീഴുകയാണ്. എന്നാൽ ഈ നല്ല മനുഷ്യന്മാർക്ക് ശേഷം പിന്നീട് ലോകത്തൊരു പുതിയ തലമുറ വന്നു. അവരാരാ? അതല്ല പറയുന്നത്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം പിന്നീട് ചില പിൻതലമുറക്കാർ വന്നു. അവരെന്താ അവരുടെ സ്വഭാവം? അല്ലാഹുസ്സലാ, അവരെങ്ങനെയാ തിരിച്ചറിയുന്നത്? അവര് നിസ്കാരം പാഴാക്കുന്നു. മാത്രമല്ല വത്തബഉശ്ശഹവാത്ത്, തന്നിഷ്ടങ്ങളെ അവര് പിൻപറ്റുന്നു. ഫസൗഫ യൽഖൗന ഗയ്യാ, അവര് ദുർമാർഗത്തിന്റെ പരിണിത ഫലം അവര് കണ്ടെത്തുന്നതാണ്.
അലാഉസ്സലാ, നിസ്കാരം പാഴാക്കും. വത്തബഉ ശഹവാത്ത്, തന്നിഷ്ടങ്ങളെ പിൻപറ്റും. ഈ ദേഹേച്ഛകളെ പിൻപറ്റുന്നത് കൊണ്ടാണല്ലോ നിസ്കാരം ഉപേക്ഷിക്കുന്നത്, ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കല്യാണത്തിന് നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും? ഏതെങ്കിലും കല്യാണത്തിന് നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കല്യാണമൊക്കെ ഇങ്ങനെ പൂരായിട്ട് നടക്കുമ്പോ നമ്മൾ പറയാം, പഠിച്ചോനെ നിസ്കാരത്തിന്റെ ളുഹ്ർ നിസ്കാരത്തിന്റെ നേരമല്ലോ, ഞാൻ ഏതായാലും പോയിട്ട് നിസ്കരിച്ചു വരട്ടെ. കാണൂല. എന്തുണ്ടായത്? വത്തബഉ ശഹവാത്ത്, തന്നിഷ്ടങ്ങളാണ് അതിന് നമുക്ക് എതിരാകുന്നത്, അല്ലേ? വല്ലാത്ത നമ്മുടെ ആഗ്രഹങ്ങൾ. പർച്ചേസിങ്ങിന് പോകുമ്പോ നമ്മൾ വിചാരിക്കണേ എന്ന് നിസ്കാരം ഓഫാണ്, അല്ലേ? പർച്ചേസ് ഒക്കെ ഇങ്ങനെ നടക്കുമ്പോ ഇന്ന് നിസ്കാരം ഉണ്ടോ? ഉണ്ട്, കുറച്ചായിട്ട് നിസ്കരിക്കുക, ഏതായാലും ഇശാന്റെ സമയത്ത് നിസ്കരിക്കണമെന്നൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞോട്ടെ. ചില ആളുകൾ വിചാരിക്കണം യാത്രയാണെങ്കിൽ നിസ്കാരം തന്നെ അല്ലാന്നാ, അത് ഇങ്ങിട്ടാക്കി നിസ്കരിക്കൂല. അവസാനം ജമ്മാക്കാന്ന് വിചാരിക്കും. ആദ്യം ളുഹ്ർ നിസ്കാരത്തിൽ ളുഹ്റിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വിചാരിക്കും ഇനിയിപ്പോ ജമ്മാക്കാൻ. അസറിന്റെ ബാങ്ക് കൊടുത്ത നേരത്തെ ഇനിയിപ്പോ ഏതായാലും കുറച്ചും കൂടി കഴിയട്ടെ, പിന്നെ അത് നിസ്കരിക്കൽ തന്നെ ഉണ്ടാവൂല. ഇതാ സ്ഥിതി. എന്തെങ്കിലും ജീവിതത്തിൽ തിരക്കുണ്ടോ അന്ന് നിസ്കാരം ഓഫാണെന്നാ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ സ്ഥിതി നമ്മെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്. എന്ത്? അലാഉസ്സലാ, നിസ്കാരം അവര് പാഴാക്കുന്നു. വത്തബഉ ശഹവാത്ത്, തന്നിഷ്ടങ്ങളെ അവര് പിൻപറ്റുന്നു. നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ചെറിയൊരു തിരക്കുണ്ടാകുമ്പോ നിസ്കരിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താ? യുദ്ധരംഗത്ത് നിസ്കാരത്തിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. യുദ്ധം നടക്കുന്ന രംഗത്ത് പോലും, അതല്ലെങ്കിൽ പേടിയുള്ള ഒരു ഘട്ടത്തിൽ പോലും നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ല. മനസ്സിലാക്കിക്കോ. ശത്രു അതാ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. യുദ്ധക്കളത്തിൽ അതാ ഇസ്ലാമിന്റെ പോരാളികൾ ഇങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്നു. അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അല്ലാഹ് പറയുന്നു അവിടെ വെച്ചും നിസ്കാരമുണ്ട്. അവിടെ വെച്ച് എങ്ങനെ നിസ്കരിക്കണം എന്നാ പറഞ്ഞത്? എല്ലാരും അപ്പിനാപ്പിനായിട്ട് നിസ്കരിച്ചോ എന്നല്ല പറഞ്ഞത്. യുദ്ധക്കളത്തിലും നിസ്കാരമുണ്ട്. അവിടെ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ഒരു ജമാഅത്ത് നിസ്കാരത്തിനൊരു വിട്ടുവീഴ്ച കിട്ടുമായിരുന്നെങ്കിൽ അടർക്കളത്തിൽ ഖൗഫിന്റെ നേരത്ത് വിട്ടുവീഴ്ച കിട്ടുമായിരുന്നു. പക്ഷേ അള്ളാന്റെ റസൂല് പറയാണ്, ഒരു വിഭാഗം ശത്രുവിന് നേരെ തിരിഞ്ഞു നിൽക്കുകയും മറുവിഭാഗം നമസ്കരിക്കുകയും ചെയ്യട്ടെ. സ്വലാത്തുൽ ഖൗഫിന്റെ വിവിധ രൂപങ്ങൾ ഹദീസുകളിൽ ഉണ്ടല്ലോ. അവിടെയും ജമാഅത്തിന് കൽപ്പിക്കപ്പെടുകയാണ്. ഈ വലിയ ആയത്തെടുത്തിട്ട്, ഇതുമായി ബന്ധപ്പെട്ട ആയത്തെടുത്തിട്ട് പണ്ഡിതന്മാര് പറയുന്നു ജമാഅത്ത് നിസ്കാരം നിർബന്ധം തന്നെ, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. വിട്ടുവീഴ്ചയുണ്ടായിരുന്നെങ്കിൽ ഖൗഫിന്റെ നേരത്ത് പോലും വിട്ടുവീഴ്ച കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അവിടെ പോലും വിട്ടുവീഴ്ചയില്ലല്ലോ. പിന്നെ സഹോദരാ, നിന്റെ നിസാരമായ തിരക്ക് റബ്ബിനോട് കാരണം പറയാൻ പറ്റുമോ? ഉദർ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ജമാഅത്തിൽ നിന്ന് വിട്ടുനിന്ന് അലസത കാണിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അത് വുജൂബ് തന്നെയാണ്, മനസ്സിലാക്കണേ. നമുക്കറിയോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ പിന്നിൽ നിന്നതാ ഒരു മജൂസി അദ്ദേഹത്തെ കുത്തി, ബാക്കിൽ നിന്ന് കുത്തി അമീറുൽ മുഅ്മിനീനെ. അങ്ങനെ വേദന കൊണ്ട് പിടയുകയാണ്. അവിടുത്തെ ശരീരത്തിൽ നിന്നതാ അവസാന നിമിഷങ്ങളാണ്. ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വേദനയുമായി ഇങ്ങനെ പിടഞ്ഞു കിടക്കുന്ന മഹാനവറുകൾ സുബഹിന്റെ നേരമായി നിസ്കാരത്തിന്റെ സമയമായപ്പോ ഒരു ചെറുപ്പക്കാരനതാ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് മഹാനവറുകളോട് പറയുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഫജ്റിന്റെ നേരമായല്ലോ, ഫജ്ർ നിസ്കരിക്കാൻ നേരമായല്ലോ. എന്താ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നമ്മളാണെങ്കിൽ എന്താ പറയാ? ഈ കാണില്ലേ ബ്ലഡ് ഒഴുകണത്? ഇന്നെ വിളിക്കാനാ വന്നിട്ടുള്ളത്? ഈ പോയി നിസ്കരിക്ക്, ഞാൻ എങ്ങനെ ഇവിടുന്ന് എണീക്കുക? എനിക്ക് കഴിയോ? പക്ഷേ മഹാനവറുകൾ അതല്ല പറഞ്ഞത്. അവിടുന്ന് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, മനസ്സിൽ കോറിയിട്ടോ. ചെറിയ ഒരു നിസാര കാരണങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ജമാഅത്തിന് പോകാതെ വീട്ടിലോ റൂമിലോ ഒക്കെ ഇരുന്ന് ആലസ്യം കാണിക്കുന്നവരുണ്ടെങ്കിൽ അവർ കോറിയിട്ടോ മനസ്സിൽ. എന്താ അല്ലാഹുവിന്റെ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? നഅം, അതേ, ലാ ഹദ്ദ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഒരു വിഹിതവുമില്ല, ഒരു ഓഹരിയുമില്ല, അതല്ലെങ്കിൽ ഒരു ഇസ്ലാമിന്റെ ഒന്നുമില്ല. ആർക്ക്? ലിമൻ തറക സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ. ശരിയാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ എന്ത് സ്ഥാനമുള്ളത്? ഒന്നുമില്ല. എന്നിട്ട് എന്താ മഹാനവറുകൾ ചെയ്തതെന്നറിയോ? ഫസല്ലാ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. എങ്ങനെ?
അവിടുത്തെ മുറിവിൽ നിന്ന് രക്തമിങ്ങനെ വാർന്നൊലിക്കുന്ന നിലക്കല്ലേ മഹാനവറുകൾ സുബഹ് നമസ്കരിച്ചത്. ബ്ലഡ് ഇങ്ങനെ ഒഴുകുക മുറിയുന്നു. അങ്ങനെയാണ് നിസ്കരിച്ചത്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്. അവര് പോകുന്ന സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഉച്ചമയക്കത്തിൽ നമ്മൾ കിടന്നാൽ പിന്നെ അസർ നമുക്കില്ല. ശരിയല്ലേ അത്? ശരിയല്ലേ അത്? ഇതിന്റെ ഗൗരവം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി, ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഉച്ചമയക്കത്തിൽ നമ്മൾ കിടന്നാലേ നമുക്ക് അസറില്ല. ഇനിയിപ്പോ തണുപ്പാ വരാൻ പോകുന്നത്. സുബഹും നമ്മൾ ഡിലീറ്റ് ചെയ്തു, സുബഹ് ഉണ്ടാവില്ല. നമ്മൾ 5 വക്ത് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലേ? സ്ഥിതി അതല്ലേ? എന്തേ കാരണം? വത്തബഉശ്ശഹവാത്ത്, തന്നിഷ്ടങ്ങളോടുള്ള അമിതമായ താല്പര്യം. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പ്രപഞ്ചത്തിൽ, അതല്ലെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും സവിശേഷമായ സൃഷ്ടി ആരാണ്? മനുഷ്യന്മാരാണ് അല്ലേ? ഏറ്റവും സവിശേഷമായ സൃഷ്ടി ആരാണ്? മനുഷ്യന്മാരാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ജീവിവർഗങ്ങളിൽ ഉത്കൃഷ്ടനായ മനുഷ്യരല്ലാത്ത ബാക്കി ഈ ലോകത്തുള്ള മുഴുവൻ പടപ്പുകൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് കൃത്യമായിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച മുഅദ്ദിന് ഒരു വക്തിനെങ്ങാനും ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ മൂപ്പര് വേഗം പിരിച്ചുവിടും. എന്ത് കാക്കങ്ങൾ ബാങ്ക് കൊടുക്കാണ്ടായി? നിങ്ങളെ ഏൽപ്പിച്ച സംഗതിയല്ല, നിങ്ങൾ എന്താ ബാങ്ക് കൊടുക്കാത്തത്? എന്നാലോ പള്ളി സെക്രട്ടറി അടക്കം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജമാഅത്തിന് വന്നിട്ടുണ്ടാവില്ല. അത് പ്രശ്നമൊന്നുമില്ല. ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ മൂപ്പരെ പിരിച്ചുവിടും. ഇതല്ലേ നമ്മുടെ സ്ഥിതി? ബാങ്ക് കൊടുത്തിരിക്കണം, വേറെ ഒരു വിട്ടുവീഴ്ചയിലില്ല. ഒരു വിട്ടുവീഴ്ചയില്ല. എന്തെന്നെ ആ പാവത്തിരിഞ്ഞ് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ബാങ്കിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. നിസ്കരിക്കാൻ വന്നോ? ആര് നോക്കാനാ? ആര് ശ്രദ്ധിക്കാനാ? എന്നാ മനുഷ്യരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ഭൂമി ലോകത്തെ ഉത്കൃഷ്ടരായ ജീവിവർഗങ്ങളിൽ ഉത്കൃഷ്ടരായ മനുഷ്യർ, അവര് മാത്രമേ നിസ്കരിക്കാത്തതുള്ളൂ. ബാക്കി ഈ പ്രപഞ്ചത്തിലെ, അതല്ലെങ്കിൽ ഈ ഭൂമിയിലെ അള്ളാഹുവിന്റെ സർവ്വ പടപ്പുകളും നിസ്കരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. സൂറത്തുൻ നൂർ ചാപ്റ്റർ നമ്പർ 24 41-ാമത്തെ വചനം. എന്താ അള്ളാഹ് പറയുന്നറിയോ? അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വത്തയ്റു സാഫാത്തിൻ കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമുൻ ബിമാ യഫ്അലൂൻ. അലം തറ, നിങ്ങൾ കണ്ടില്ലേ? അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു. വത്തയ്റു സാഫാത്തിൻ, ചിറകുകൾ നിവർത്തിപ്പിടിച്ച് പാറിക്കളിക്കുന്ന പറവകളും. കുല്ലുൻ, എല്ലാവർക്കും ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു, അവരുടെ നിസ്കാരവും അവരുടെ തസ്ബീഹും അവർക്കറിയാം. വല്ലാഹു അലീമുൻ ബിമാ യഫ്അലൂൻ, അതാ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു ഏറെ അറിയുന്നവൻ തന്നെ. പക്ഷിക്ക് നിസ്കരിക്കാൻ അറിയാന്ന്, ജീവിവർഗങ്ങൾക്ക് അവരുടെ നിസ്കാരം അറിയാന്ന്, അവർ നിസ്കരിക്കുന്നുണ്ട്, അവര് തസ്ബീഹ് നടത്തുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവൂല. അള്ളാഹു പറയാണ് അവരെല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ മനുഷ്യന്മാര് മാത്രമാണ് ചെയ്യാത്തത്. ഇല്ലേ? ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിനെ ഭയപ്പെടുന്നു. എത്ര വരെ? പാറകൾ വരെ. മാലിക്കുൽ ജബ്ബാറായ റബ്ബ് അവന്റെ ഖുർആനിൽ പറയാണ്, വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വീഴുന്ന പാറക്കല്ലുകളുണ്ട്. അള്ളാഹിനെ പേടിക്കുന്നുണ്ട്. മനുഷ്യന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് പകരം ഈ പരിശുദ്ധമായ വേദവാക്യങ്ങളെ, ഈ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ഒരു പാറയുടെ മുകളിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഖുർആൻ പറയാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതം പൊട്ടിപ്പൊളിഞ്ഞു പിളരുമായിരുന്നു. അള്ളാഹിനെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളം, തണൽ, പ്രകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. എല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാ. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ സൂക്തം അള്ളാഹു പറയുന്നത് കേൾക്കൂ. അലം തറ, നിങ്ങൾ കണ്ടില്ലേ? അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്,
ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരും മുഴുവൻ ആളുകളും അല്ലാഹു സുജൂദ് ചെയ്യുന്നു. ആരൊക്കെയാ സുജൂദ് ചെയ്യുന്നത്? വശംസു സൂര്യനും, വന്നുജൂമു നക്ഷത്രങ്ങളും, വൽജിബാലു പർവ്വതങ്ങളും, വശജറു വൃക്ഷങ്ങളും, വദ്ദവാബു ഇഴജന്തുക്കളും, വകതീറും മിനന്നാസ് ജനങ്ങളിൽ നിന്ന് ധാരാളം ആളുകളും, വകതീറുൻ ഹഖ്ക അലൈഹിൽ അദാബ് എന്നാൽ ധാരാളക്കണക്കിന് ആളുകളുടെ മേൽ ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്നു. ആരൊക്കെ അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നത്? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, പർവ്വതങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്. എല്ലാവരും റബ്ബിനെ പ്രകീർത്തിക്കുന്നു. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്ക്. കാരണം ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. എന്താ? ഹദീസുകളിൽ കാണാം, സുനനുദ്ദാരിമി എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു സംഭവം കേൾപ്പിക്കട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലാണ്. സഹാബി പറയട്ടോ, ഞങ്ങളൊരു യാത്രയിലാണ്. അങ്ങനെ ഫഅഖ്ബല അഅറാബിയുൻ, ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു അഅറാബിയായ, ഒരു ഗ്രാമീണനായ അറബി ഞങ്ങൾക്കെതിരെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ആ അറബിയെ കണ്ട സമയത്ത് ഫലമ്മാ ദനാ മിൻഹു, അദ്ദേഹം ഞങ്ങളോട് അടുത്തപ്പോ ഖാല ലഹു റസൂലുള്ളാഹ്, ആ അഅറാബിയോട് റസൂലുള്ളാഹ് ചോദിച്ചു, അയിന തുരീദു, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അയാള് പറഞ്ഞു, ഖാല ഇലാ അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തേക്ക് പോകുകയാണ്, എന്റെ കുടുംബത്തിലേക്കാണ് ഞാൻ പോകുന്നത്. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, ഖാല ഹല്ലക ഇലാ ഖൈരിൻ, നിനക്ക് ഞാനൊരു ഖൈർ, നന്മ അറിയിച്ചു തരട്ടെയോ? ഖാല, അദ്ദേഹം ചോദിച്ചു, വമാ ഹുവ, എന്ത് ഖൈറാണ് നിങ്ങൾക്ക് അറിയിച്ചു തരാനുള്ളത്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹു ഏകനാണ്, അവനിൽ പങ്കുകാരില്ല, പങ്കുകാരെ ചേർക്കാതെ അവൻ ഏകനാക്കുകയും മുഹമ്മദ് അവന്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യം വഹിക്കുകയും ചെയ്താൽ നിനക്ക് ഏറെ ഖൈർ കിട്ടാൻ അത് കാരണമാകും എന്ന് ആ അഅറാബിയോട് റസൂലുള്ളാഹി പറഞ്ഞപ്പോ അതാ വളരെ ധിക്കാരത്തോടുകൂടെ റസൂലുള്ളാഹിയോട് പ്രതികരിക്കുന്നു. വമൻ യശ്ഹദു അലാ മാ തഖൂൽ, അല്ല മുഹമ്മദേ, നീ പറയുന്നത് സാക്ഷ്യം വഹിക്കാൻ ആരാണുള്ളത്? നീ പറയുന്നത് ആര് സാക്ഷ്യം വഹിക്കാനാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഒരു കല്ലിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആദിഹി സൽമ, ഈ സൽമ എന്ന് പേരുള്ള കല്ല് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സാക്ഷ്യം വഹിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ എന്താ സംഭവിച്ചതെന്നറിയുമോ? ഫദആ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആ കല്ലിനെ വിളിക്കുന്നു. വ അഖ്ബലത്ത്, അതാ കല്ല് മുന്നോട്ട് വരുന്നു. തഖുദ്ദുൽ അർള ഖദ്ദാ, ഭൂമിയിലൂടെ ഇഴഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലെത്തുന്നു. ഹത്താ ഖാമത്ത് ബൈന യദൈഹി, അവിടുത്തെ മുമ്പിലെത്തി നിന്നിട്ട് അതാ ഫസ്തശ്ഹദഹാ സലാത്താ, 3 തവണ ആ കല്ല് സാക്ഷ്യം വഹിക്കുകയാണ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് അവന്റെ ദൂതനാണ് എന്ന് 3 തവണ സാക്ഷ്യം വഹിക്കുകയും പിന്നെ അതിന്റെ സ്ഥാനത്തേക്ക് തന്നെ അത് മടങ്ങുകയും ചെയ്തു. സഹാബിമാര് പറയാണ്, റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായ മുഅ്ജിസാത്തുകളിൽ, അത്ഭുത സംഭവങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു അത്രേ ഇത്. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ചുരുക്കട്ടെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. അല്ലാഹ് പറഞ്ഞത് എന്താ? ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കണേ, പ്രത്യേകിച്ച് സ്വലാത്തുൽ വുസ്താ. ഖുർആൻ വരെ എടുത്തു പറഞ്ഞതാ. സ്വലാത്തുൽ വുസ്തയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണേ. ഏതാ സ്വലാത്തുൽ വുസ്താ? അസർ നിസ്കാരം. അസർ നിസ്കാരം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. കാരണം എന്താണെന്നറിയോ? അസർ ഒരാൾ ഒഴിവാക്കിയ അവന്റെ മുഴുവൻ, അന്ന് വരെ ചെയ്ത മുഴുവൻ അമലും അതോടുകൂടെ ഡിലീറ്റ് ആയി എന്നാണ്, അതോടുകൂടെ നിഷ്ഫലായി എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ തറക സ്വലാത്തൽ അസർ, ആരാണോ അസർ നിസ്കാരം ഉപേക്ഷിച്ചത്, ഫഖദ് ഹബിത അമലുഹു, അവന്റെ മുഴുവൻ നിഷ്കർമ്മങ്ങളും നിഷ്ഫലമായി പോയി. നമ്മൾ വിചാരിക്കും, ഞാനൊക്കെ അസറൊക്കെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ജമാഅത്തിന് പോയിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ഞാൻ കുറച്ച് ഉറക്കത്തിൽപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ സമാധാനാണ്. കാര്യമില്ല.
അങ്ങനെയുള്ള നിസ്കാരത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ അറിയോ? അങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ സമയമായിട്ട് അസർ നിസ്കരിക്കുന്നവരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ അറിയോ? അതുകൂടെ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ, അത് നിസ്കാരം, ആ നിസ്കാരം മുനാഫിക്കിന്റെ നിസ്കാരമാണ്. ഏതാണ് നിസ്കാരം? ജലസാവൻ ഇങ്ങനെ ഇരിക്കുന്നു, യർഖുബുൽ അസറ ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ, അതാ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ സമയമായപ്പോ കാമാവൻ എഴുന്നേൽക്കുന്നു, ഫനഖറ അർബഅ, എന്നിട്ട് കോഴി കൊത്തുന്നത് പോലെ 4 പ്രാവശ്യം അവൻ കൊത്തുന്നു, വേഗത്തിൽ നിസ്കരിച്ചു തീർക്കുന്നു. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ, അല്ലാഹനെ കുറച്ചു മാത്രമേ അവൻ ഓർക്കുന്നുള്ളൂ. അങ്ങനെ നിസ്കരിച്ചാൽ അത് മുനാഫിക്കിന്റെ നിസ്കാരാണ്. ആലോചിച്ച് നോക്കിയ സഹോദരന്മാരെ, നമ്മുടെ എത്ര നിസ്കാരം ഇങ്ങനെ ആയിട്ടുണ്ടാവും? അതുകൊണ്ട് നിസ്കാരങ്ങളിൽ വളരെ സൂക്ഷിച്ചു പോരേണ്ട 2 നിസ്കാരമുണ്ട്. ഏതാണത്? ഒന്ന് അസറും മറ്റൊന്ന് ഫജ്റുമാണ്. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, തണുപ്പുള്ള നേരത്തുള്ള 2 നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ ഉടമാവകാശിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 2 നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ. അക്കൂട്ടത്തിൽ പറഞ്ഞ ഒരു നിസ്കാരം കൂടെ ഉണ്ട്, അത് ഇശാ ആണ്. നമ്മളൊക്കെ നാട്ടിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ഹൗസ് ഫുള്ളായി കാര്യം പള്ളിയിൽ, അല്ലേ? ഇശാ നിസ്കാരത്തിനോ എവിടെ പോയി ചങ്ങായിമാരൊക്കെ? അസറിന് വന്നോല്ല, മഗ്‌രിബിന് വന്നോലെല്ലാം കാണൂല. കാരണം എന്തേ? മുനാഫിക്കീങ്ങൾ ഇശാന് വരൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ അറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ, ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചുവെങ്കിൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, ഒരു രാത്രിയുടെ പകുതി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് കിട്ടും. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, എന്നിട്ട് സുബ്ഹും അയാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹ, ഒരു രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലമായി. സുബ്ഹും ജമാഅത്ത്, ഇശി ജമാഅത്ത്, ഒരു രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലമായി. പക്ഷെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ആ നിയ്യത്ത് ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകണം. സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫഖദ് ബരിഅത്ത് മിൻ ദിമ്മത്തില്ലാന്ന, അവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അള്ള ഒഴിവായി. അവന്റെ കാര്യം പിന്നെ അള്ളാഹു നോക്കുകയില്ല. നിർബന്ധ നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചവരെ സംബന്ധിച്ചു പറഞ്ഞതും അങ്ങനെയാണ്. ഫഖദ് ബരിഅത്ത് മിൻ ദിമ്മത്തില്ലാ, അവന്റെ കാര്യത്തിൽ നിന്ന് ഒഴിവായി. നമ്മുടെ കാര്യത്തിൽ നിന്ന് അള്ള ഒഴിവായാൽ പിന്നെ ആരാളുള്ളത്? അതുകൊണ്ട് സൂക്ഷിക്കൂ സഹോദരങ്ങളെ, ജമാഅത്തിന്റെ കാര്യത്തിൽ നിഷ്ഠ വേണം, കൃത്യമായി ജമാഅത്തുകൾക്ക് എത്തണം, ആ വിഷയത്തിൽ സൂക്ഷ്മത വേണം. നമ്മുടെ മക്കളോട് അത് കൽപ്പിക്കണം, നമ്മുടെ റൂമുകളിലുള്ളവരോട് അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തണം. സഹോദര, നിന്റെ മുഖത്ത് നോക്കി ഒരാൾ നിന്നെ കാഫിർ എന്ന് വിളിച്ചാൽ നിനക്ക് ഇഷ്ടമാകുമോ? അത് ഇല്ലല്ലോ. നമ്മൾ വെറുക്കും, നമ്മൾ അയാളോട് കോപിക്കും. നീ എന്താണ് പറഞ്ഞത്? ഞാൻ കാഫിറാണെന്നോ? എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്ത്? ബൈനർ റജുലി വബൈന ശിർകി വൽ കുഫ്രി തർക്കുസ്സലാ, ഒരു മനുഷ്യനും കുഫറിനും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാഫിറായി പോകുന്ന വിഷയമാണ്, നീട്ടി സംസാരിക്കേണ്ട വിഷയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ വിധി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? നിസ്കാരം ഉപേക്ഷിച്ച അയാൾ മരിച്ചാല് മുസ്ലിമീങ്ങളെ കുളിപ്പിക്കണ പോലെ കുളിപ്പിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളെ മറമാടുന്ന ശ്മശാനത്തിൽ, കബറിടത്തിൽ അവരെ കൊണ്ടുപോയി മറമാടാൻ പാടില്ല. അവന്റെ കുട്ടിക്ക് വിവാഹപ്രായമായാൽ പിന്നെ അവനെ വലിയായി രക്ഷാധികാരിയായി അവന്റെ വിലായത്ത് സ്വീകാര്യമല്ല, അവൻ അനന്തരാവകാശം കിട്ടുകയില്ല. മാത്രമല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവന്റെ നിക്കാഹ്, അവന്റെ വിവാഹബന്ധം വേർപെട്ടു പോയി, അവന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം പിന്നീട് വ്യഭിചാരമായി മാറും. നിസ്കരിക്കാത്തയാള്, ഇല്ലേ? ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. ഇനി പരലോകത്ത് വരാനിരിക്കുന്നതിന്റെ ദുരന്തം കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കട്ടെ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, എനിക്കൊരിക്കൽ സ്വപ്ന ദർശനമുണ്ടായി. അള്ളാഹുവിന്റെ റസൂല് കണ്ട സ്വപ്നങ്ങളൊക്കെ ഇസ്ലാമിൽ തെളിവാണ്, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ ഇസ്ലാമിൽ തെളിവാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നാ അത്തൈനാ അലാ റജുലിൻ മുദ്തജിൻ, ഒരു ചെരിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. വഇദാ ആഖറു ഖായിമുൻ അലൈഹി ബിസ്വഖറത്തിൻ, വേറൊരു മനുഷ്യൻ അതാ ഒരു പാറക്കല്ലുമായി ആ മനുഷ്യന്റെ അരികിൽ നിൽക്കുന്നു. എന്നിട്ട് ആ പാറയുടെ കഷ്ണം കൊണ്ട് ആ മനുഷ്യന്റെ തലക്ക്, ഈ നിൽക്കുന്ന ആള് ചെരിഞ്ഞു കിടക്കുന്ന ആളെ തലക്കേറിയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അപ്പൊ ഹദീസിലുള്ളത്, അയാളുടെ തല പൊട്ടി, തല പൊട്ടി രക്തം കൊണ്ട് ഇങ്ങനെ തെറിക്കുകയാണെന്നാണ്.
സുമ്മ യഊദു അലൈഹി, പിന്നെ ആ തല അതുപോലെ ആകുന്നു, വീണ്ടും ആ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കുന്നു. ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മാ ഹാദാ, എന്താണ് ഈ കാണുന്നത്? അപ്പോഴതാ പറയുന്നു, ഫഇന്നഹു റജുലുൻ യഖുദുൽ ഖുർആൻ, ഖുർആൻ അറിയുന്ന മനുഷ്യരായിരുന്നു ഇയാൾ. പക്ഷേ വയനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരത്തിന്റെ സമയത്ത് അയാൾ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, റൂമുകളിലും വീടുകളിലും ഒക്കെ നിർബന്ധ നിസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങുന്ന ആളുകളെ ഗൗരവപൂർവ്വം നമ്മൾ ഓർമ്മപ്പെടുത്തുക. നിസ്കാരത്തിന്റെ സമയമായാൽ എണീക്കുക, ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുക. കടകൾ അടച്ച് നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന സമയം ഒരു ഓഫ് ടൈമായി കണ്ട് വീടുകളിലും റൂമുകളിലും ഇരിക്കുന്ന ആളുകൾ സൂക്ഷിക്കുക. നാളെ വരാനിരിക്കുന്ന ഭയങ്കരമായ ശിക്ഷ അത് സഹിക്കാൻ കഴിയുകയില്ല. ഈ സന്ദേശം നമ്മൾ കൈമാറുക, ഉൾക്കൊള്ളുക. സർവ്വലോക പരിപാലകനായ നാഥൻ അവൻ നമ്മോട് കൽപ്പിച്ച എല്ലാ കർമ്മങ്ങളും ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരം മുറപ്രകാരം ജമാഅത്തായി നിർവഹിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പക്ക് വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലാണുള്ളത്. വളരെ പ്രയാസം നിറഞ്ഞ രോഗത്തിന്റെ ഒരവസ്ഥയിലാണുള്ളത്. രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തിന് എത്രയും വേഗം ശമനം നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും നാഥ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. പടച്ചവരെ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ ഈമാനിനെ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഈമാനിനെ വിശ്വാസത്തെ കൊണ്ട് അലങ്കരിക്കണമേ തമ്പുരാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.